റിപ്പോർട്ടർ ബ്രേക്കിംഗ് നൗ. കൊച്ചി കാക്കനാട് MDMA പിടികൂടിയ കേസിൽ അന്വേഷണം വീണ്ടും സിനിമാ മേഖലയിലേക്ക്. പ്രതി കല്യാണി സിനിമാ പ്രവർത്തകരുമായി ലഹരി ഇടപാട് നടത്തിയിരുന്നുവെന്നാണ് വിവരം. ആർക്കൊക്കെ ലഹരി കൈമാറി എന്നതിലാണ് അന്വേഷണം നടക്കുന്നത്. പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങി വീണ്ടും ചോദ്യം ചെയ്യും. കാപ്പ കേസ് പ്രതി ഉനായ്സ്, കല്യാണി എന്നിവരെ ഇന്നലെയാണ് 20 ഗ്രാം MDMAയുമായി ഡാൻസ് ഓഫ് സംഘം പിടികൂടിയത്. SS ശരൺ നമുക്കൊപ്പം. ശരൺ, കല്യാണിയുടെ പേരിൽ ചേർത്തലയിലും ഒരു കേസുണ്ടെന്ന് കേൾക്കുന്നു. കല്യാണി അപ്പോൾ ഒരു സ്ഥിരം വിതരണക്കാരിയാണോ? എന്തൊക്കെയാണ് ബന്ധങ്ങൾ? ഗുഡ് മോർണിംഗ്. എന്തായാലും കല്യാണി അത്തരത്തിൽ സ്ഥിരം വിതരണം ചെയ്യുന്ന ഒരാളാണെന്ന ഒരു കണ്ടെത്തലിലേക്ക് തന്നെയാണ് പോലീസ് എത്തിച്ചേർന്നിരിക്കുന്നത്. എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, സമീപകാലത്ത് കൊച്ചിയിലടക്കം നിരവധി കേസുകളാണ്, അതായത് ഈ സിനിമാ താരങ്ങളുടെയും സംവിധായകരുടെയൊക്കെ പേരിൽ നിരവധി കേസുകളാണ് രജിസ്റ്റർ ചെയ്തിരുന്നത്. അതിൽ തന്നെ അതിന് പിന്നാലെ ഇപ്പോൾ മറ്റൊരു കേസിൽ സിനിമാ മേഖലയിലേക്ക് അന്വേഷണം വ്യാപിപ്പിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇന്നലെയാണ് കൊച്ചി കാക്കനാട് ഉള്ള ഫ്ളാറ്റിൽ നിന്ന് 20 ഗ്രാം MDMA പിടിച്ചെടുത്തിരുന്നത്. ഡാൻസർ സംഘം അവിടെ എത്തിയപ്പോൾ 2 പേരെയാണ് കാണാൻ കഴിഞ്ഞിരുന്നത്. ഒന്ന് ഉനൈസ് ആണ്. ഉനൈസ് കാപ്പ കേസിലടക്കം പ്രതിയാണ്. ഇതിന് പുറമെയാണ് കല്യാണി മോഡലാണ്. ഇതിന് പുറമെ സിനിമ പ്രൊമോഷൻ രംഗത്ത് സജീവമാണ്. ഇവരെ ചോദ്യം ചെയ്തതിന് പിന്നാലെയാണ് ഇപ്പോൾ പോലീസിനെ സംബന്ധിച്ച് ഇത്തരത്തിലൊരു വിവരം കൂടി ലഭിച്ചിരിക്കുന്നത്. അതായത് നിരവധി സിനിമാ പ്രവർത്തകർക്ക് ഇവർ സിനിമാ പ്രവർത്തകരുമായി ലഹരി ഇടപാടുകൾ നടത്തിയിട്ടുണ്ടെന്നുള്ള വിവരമാണ് ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ ആർക്കൊക്കെയാണ് ഇവർ ലഹരി കൈമാറിയെന്ന് കണ്ടെത്താനുള്ള അന്വേഷണത്തിലേക്കാണ് ഇൻഫോ പാർക്ക് പോലീസ് കടന്നിരിക്കുന്നത്. നേരത്തെ ഡാൻസർ സംഘം ഇവരെ പിടികൂടിയതിന് പിന്നാലെ ഇൻഫോ പാർക്ക് പോലീസിനാണ് കൈമാറിയിരുന്നത്. അങ്ങനെ ഇൻഫോ പാർക്ക് പോലീസ് ആരൊക്കെയാണ് ഇവരിൽ നിന്ന് ലഹരി വാങ്ങിയെന്ന് കണ്ടെത്താനുള്ള അന്വേഷണത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ആദ്യഘട്ട ചോദ്യം ചെയ്യലിൽ ഇവർ കൃത്യമായിട്ടുള്ള മൊഴിയൊന്നും തന്നെ നൽകിയിരുന്നില്ല. ആർക്കൊക്കെ കൈമാറിയെന്ന് പറയാൻ തയ്യാറായിരുന്നില്ല. അതുകൊണ്ട് തന്നെ വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാനാണ് പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കല്യാണിക്കെതിരെ, അതായത് കല്യാണിക്ക് ക്രിമിനൽ പശ്ചാത്തലമുണ്ട്, നേരത്തെയും കേസുണ്ടെന്നുള്ളതാണ് പോലീസ് പറയുന്നത്. ചേർത്തലയിൽ ഇവരുടെ പേരിൽ ഒരു NDPS കേസുണ്ട്. ഒപ്പം തന്നെ ഉനൈസുമായി ഇവർ ലിവിംഗ് ടുഗെദർ ആയിട്ടാണ് പലയിടങ്ങളിലായിട്ട് താമസിക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. കൊച്ചിയിൽ തന്നെ ഈ കാക്കനാട്ടിലെ ഫ്ളാറ്റിന് പുറമെ തന്നെ 2 ആഴ്ച മുമ്പ് മറ്റൊരു ഫ്ളാറ്റിലുണ്ടായിരുന്നു. അങ്ങനെ ഈ ഫ്ളാറ്റുകൾ മാറി താമസിച്ചാണ് ഇവർ ലഹരി ഇടപാടുകൾ നടത്തിയിരുന്നത് എന്നുള്ള ഒരു കണ്ടെത്തലിലേക്ക് കൂടിയാണ് പോലീസ് എത്തിച്ചേർന്നിരിക്കുന്നത്. എന്തായാലും ഇനി കല്യാണിയെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യുമ്പോഴായിരിക്കും സിനിമാ മേഖലയിലെ ആർക്കൊക്കെ ഈ കേസിൽ പങ്കുണ്ടെന്ന കാര്യത്തിൽ വ്യക്തത വരിക. ഓക്കെ, വിവരങ്ങൾ നൽകിയത് SS ശരണാണ്. മോഡലായ കല്യാണി സിനിമാ പ്രൊമോഷൻ രംഗത്തും ഒക്കെ സജീവമാണ്. അപ്പോൾ ലഹരിയുടെ വല നമുക്കത് അറുത്തേ മതിയാകൂ. നമ്മൾ ആ ഒരു പോരാട്ടം തുടരുക തന്നെ ചെയ്യും. സേ നോ ടു ഡ്രഗ്സ്, അതായിരിക്കണം നമ്മുടെ ഒരു ക്യാച്ച് വേർഡ് എല്ലാ കാലവും നമ്മുടെ മനസ്സിലുണ്ടാവേണ്ടത്.